ഇടുക്കി കട്ടപ്പന 20 ഏക്കറിലെ ആയുർധാര ചികിത്സാലയത്തിനെതിരെ വീണ്ടും പരാതി. വെരിക്കോസ് ചികിത്സ തേടിയ വയോധികയുടെ കാലിൽ വ്രണമായെന്നാണ് പരാതി. അശാസ്ത്രീയ ചികിത്സ മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതായും കട്ടപ്പന സ്വദേശി വത്സമ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പാരമ്പര്യ ചികിത്സയിൽ ഡോക്ടറേറ്റ് ലഭിച്ച സിൻഡോ ജോസഫ് നടത്തുന്ന ചികിത്സാലയം എന്ന നിലയിലാണ് ആയുർധാര പ്രവർത്തിക്കുന്നത്. പലരും യഥാർത്ഥ ഡോക്ടർ എന്ന് വിശ്വസിച്ചാണ് എത്തുന്നത്. എന്നാൽ അശാസ്ത്രീയ നരമ്പ് ചികിത്സ മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണ് ഇരട്ടയാർ സ്വദേശിയായ ലിൻസ് തോമസ്. നമുക്ക് നീര് വലിച്ചു കളയാന്ന് പറഞ്ഞു. ഒരു ബ്ലേഡ് എടുത്തുകൊണ്ട് വന്നിട്ട് സർജിക്കൽ ബ്ലേഡ് കൊണ്ടുവന്ന് കീറി എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞുകൊണ്ടിട്ട് എന്നിട്ട് ബ്ലഡ് എടുത്ത് വലിച്ചു കളയുക ചെയ്യുന്നത്. അങ്ങനെ 3 ഇടത്ത് ചെയ്ത് കാലയിൽ. വെരിക്കോസ് രോഗത്തിന് ചികിത്സ തേടിയ കട്ടപ്പന സ്വദേശി വത്സമയുടെ കാല് വ്രണമായി. വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ചേച്ചിക്ക് അലർജി ഉണ്ട്, അതുകൊണ്ടാണ് ഈ ചുമന്ന് തടിക്കുന്ന, സാരമില്ല, പതിയെ കുറവ് തീർത്ത് കൂട്ടാതെ. ആരോപണം നിഷേധിക്കുകയാണ് ചികിത്സ നടത്തുന്ന സിൻഡോ തോമസ്. ആയുർവേദ ചികിത്സ ആയതുകൊണ്ട് പഥ്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്. പഥ്യങ്ങളെല്ലാം കറക്റ്റ് പാലിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അലർജി ആകാം. അപ്പോൾ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പം അലർജി വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് ഇവിടെ പറ്റില്ല. ഞാൻ തന്നെ ഡോക്ടർമാരോട് വിളിച്ചു പറഞ്ഞ് ഞാനാണ് അമ്മേനെ ഹോസ്പിറ്റലിലേക്ക് വിട്ടത്. പൊതുജനാരോഗ്യത്തിന് സംരക്ഷണം നൽകി സ്ഥാപനം പൂട്ടിക്കണമെന്നാവശ്യപ്പെട്ട് സിദ്ധ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന മെഡിക്കൽ കൗൺസിലിന് പരാതി നൽകി. റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.